സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സ്ക്രീൻ കാണാമോ? ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യൂ. സ്ക്രീൻ വിസിബിൾ ആണോ, കേൾക്കാമോ എന്നൊക്കെ. യെസ് ഓർ നോ? യെസ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് നിങ്ങളുടെ CSER-ന്റെ ഭാഗമായിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ അതിന്റെ ഒരു ഏത് ലെവലിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുക എന്നുള്ളത് നിങ്ങളിന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിന് ഭാഗമായിട്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ആണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക് ആയിട്ട്. സോ സാധാരണ നിലയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു നിലയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ CSER എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് വേറൊരു അപ്രോച്ചാണ്. അതെന്ന് പറയുന്നത് ഏത് ചാപ്റ്റർ എടുക്കുന്ന സമയത്തും നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക്സ് തൊട്ടിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് തൊട്ട് പോകണം. എന്നാലേ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് പിന്നെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് CSER എക്സാമിന്റെ കേസിൽ. സോ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ജസ്റ്റെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്ന നിലയ്ക്കാണ് പോകുക. സോ ഇപ്പൊ കൈനറ്റിക്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ എന്താ അറിയാ, എന്താണ് റേറ്റ്, അല്ലെങ്കിൽ എന്താണ് റേറ്റ് കോൺസ്റ്റന്റ്, എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തൊട്ടിട്ട് നമ്മൾ ഏറ്റവും അഡ്വാൻസിൽ പറഞ്ഞതുപോലെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, പിന്നെ എന്താ കൈനറ്റിക്സ് ഓഫ് സൊല്യൂഷൻ, ആ ഒരു ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണം. സോ 2 മാർക്കിന്റെ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബേസിക് കാര്യങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. 4 മാർക്കിന്റെ കുറച്ചും കൂടി വലിയൊരു ഏരിയ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്നൊക്കെ കിട്ടും. സോ ഒരു 6 to 8 മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ വലിയൊരു പോർഷനാണ് കൈനറ്റിക്സ് പ്ലസ് അതിന്റെ കൂടെ കാറ്റാലിസിസ് കമ്പൈൻഡ് ആയിട്ട്. കൈനറ്റിക്സ് പ്ലസ് കാറ്റാലിസിസ് ആണ് ഒരു 6 to 8 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വലിയ ബ്രോഡ് ഏരിയ ആണ്. നമ്മൾ ഇന്ന് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത്. നോക്കോ, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കൈനറ്റിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ഒരു സംഭവം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ റിയാക്ഷന്റെ ഒരു A gives P എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു വിചാരിക്കാം. A എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ഉണ്ട്, P എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ റിയാക്ഷന്റെ ഒരു നിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ രീതിയിൽ ചേഞ്ചുകൾ, ഫിസിക്കൽ കണ്ടീഷനിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ബേസിക്കലി ചുരുക്കി പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഓവറോൾ സ്റ്റഡിയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി that deals with the study of rates of reaction and the factors that influences the rate of the reaction. Rate of reaction എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു റിയാക്ഷൻ A gives P നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഓവർ ടൈം T എന്ന് പറയുന്ന ഒരു സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ റിയാക്ടറിന്റെ എമൗണ്ട് ഗ്രാജുവലി കുറഞ്ഞു വരും, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഗ്രാജുവലി കൂടി വരും. ഞാൻ പറയുന്ന ഒരു സ്ട്രൈറ്റ് 1 to 1 ഒരു റിവേഴ്സിബിൾ ഒന്നും അല്ലാത്ത നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷന്റെ കേസാണ്. A gives P എന്ന് പറയുന്ന റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടൈം പോകുന്നതിനനുസരിച്ചിട്ട് റിയാക്ടന്റിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ കുറഞ്ഞു വരും, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടി വരും. സോ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്, റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ബേസിക്കലി കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം, കോൺസെൻട്രേഷന്റെ ചേഞ്ച് ഇൻ എ ഗിവൺ ടൈം ഇന്റർവൽ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഈ സാധനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സാധനങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം? ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് റിയാക്ടന്റ്. എങ്ങനെയുള്ള റിയാക്ടന്റ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സ്വഭാവം, അത് ലിക്വിഡ് ആണോ, സോളിഡ് ആണോ, ഗ്യാസ് ആണോ, ഇനി അത് വോളട്ടൈൽ ആണോ, അല്ല അതിന്റെ വേറെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ് ഉണ്ടോ? സോ നേച്ചർ ഓഫ് ദ റിയാക്ടന്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. സെക്കൻഡ് വൺ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രത്തോളം കോൺസെൻട്രേഷൻ ആ സിസ്റ്റത്തിൽ ഈ റിയാക്ടന്റിന്റെ ആയിട്ടുണ്ട്, അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. മൂന്ന്, അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരാളാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, തെർമൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എങ്കിൽ ടെമ്പറേച്ചറിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ റിയാക്ഷന്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. നാല്, ഒരു ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ പ്രഷറിന് കൃത്യമായ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓരോ കോമ്പണന്റിന്റെ പ്രഷർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അഞ്ച്, നിങ്ങൾക്കറിയാം നമ്മൾ അവിടെ ഒരു കാറ്റലിസ്റ്റിന് അപ്ലൈ ചെയ്യണം. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്രേരകം. അത് റിയാക്ഷനിൽ ഡയറക്ട്ലി പങ്കെടുക്കാതെ റിയാക്ഷന്റെ റേറ്റിന് പല രീതിയിൽ വേരി ചെയ്യും. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. സോ കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ഒബ്വിയസ്ലി അതിന്റെ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗമാണ്. കാറ്റലിസ്റ്റ് തന്നെ ഈ പ്രൊമോട്ടർ, പോയിസൺ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിന്റെ സബ് പാർട്ടുമായിട്ടൊക്കെ വരുന്നുണ്ട്. സോ ഓൾ ദോസ് ഞാൻ അതിനെ മൊത്തത്തിൽ കാറ്റലിസിസ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് വിടുന്നു. കുറച്ചും കൂടി പറയുന്ന റേഡിയേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എങ്ങനെ വരുന്നു, ഇനിയിപ്പോ വേറൊരു അൾട്രാസോണിക് ഇൻഫ്ലുവൻസ് റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രസൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോൾവെന്റ് എഫക്ട് ഒബ്വിയസ്ലി വരുന്നുണ്ട്. ഒരു ഏത് സോൾവെന്റിലാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഫാക്ടർ ആയിട്ട് തന്നെ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ വൺ ബൈ വൺ പഠിക്കാൻ പോകുന്നത്. വെച്ചാല് എന്താണ് റേറ്റ് എന്നുള്ളത് ആദ്യം പഠിക്കും. ദെൻ ആ റേറ്റിനെ എങ്ങനെയാണ് ഈ പറയുന്ന ഫാക്ടറുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഇവിടുന്നാണ് നമ്മൾ ബിൽഡ് ചെയ്ത് പോകേണ്ടത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എ ഗിവ്സ് പി എന്ന് പറയുന്ന റിയാക്ഷൻ ഞാൻ എടുക്കുവാണ്. എ എന്ന് പറയുന്നത് റിയാക്ടന്റ്, പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ. എന്താ സംഭവിക്കുന്നത്? ഞാനൊരു ഡെൽറ്റ ടി പീരീഡ് ഓഫ് ടൈം എടുക്കുന്നു. എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന സാധനത്തിന്റെ എമൗണ്ട് ഇപ്പം A1 ആണ്, ഒരു T1 എന്ന് പറയുന്ന സമയത്ത് A1 ആണ് എമൗണ്ട് ഉള്ളതെങ്കിൽ T2 എന്ന് പറയുന്ന സമയത്ത് അത് A2 ആയിട്ട് മാറും. ഓർ ദർ ഇസ് എ ഡെൽറ്റ എ ചേഞ്ച്. അതെന്താ സംഭവിക്കുക? കുറയുക ചെയ്യാം. അതായത് റിയാക്ടന്റിന്റെ എമൗണ്ട് ബേസിക്കലി സിസ്റ്റത്തിൽ കുറയുക ചെയ്യാം. സിമിലർ ടൈമിൽ ഇതേ സമയത്ത് എന്താ സംഭവിക്കുക? ഒരു ഡെൽറ്റ ടി എമൗണ്ട് ഓഫ് സമയം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്താ സംഭവിക്കുക? പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഒരു T1 എന്ന് പറയുന്ന സമയത്ത് P1 ആണ് പ്രൊഡക്റ്റ് ഉള്ളതെങ്കിൽ T2 എന്ന് പറയുന്ന സമയത്ത് P2 ആയിട്ട് മാറും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ഡെൽറ്റ പി ഇൻക്രീസ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് പറയാം? റേറ്റ് എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ എമൗണ്ട് കുറഞ്ഞത് ഡിവൈഡഡ് ബൈ ടൈം, ഓർ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടിയത് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ ആണോ? സോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഓഫ് concentration of reactant with respect to time, or increase of concentration of product with respect to time. ക്ലിയർ ആണല്ലോ? ഇതിനൊക്കെ കുറച്ചും കൂടി വേറെ രീതി പറയാം. സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് ഓർ rate of appearance of product. എങ്ങനെ? ഇതിനെ rate of disappearance of reactant or rate of appearance of product, ഈ രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഒരു റിയാക്ഷന്റെ
റേറ്റ് നമ്മളിപ്പോ പറഞ്ഞ നിലയ്ക്ക് പറയുന്ന കോൺസെപ്റ്റിനാണ് നമ്മൾ പറയുന്നത് ആവറേജ് റേറ്റ് കാൽക്കുലേഷൻ. അതായത് ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിൽ എത്രത്തോളം റിയാക്റ്റന്റ് കുറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം പ്രൊഡക്റ്റ് കൂടിയിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ റേറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഒരു കൺവെൻഷൻ നമ്മൾ പറയുന്ന പേരാണ് ആവറേജ് റേറ്റ് കൺവെൻഷൻ. സോ നമ്മൾ എന്ത് പറയും? ആവറേജ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി. ഇതെങ്ങനെയാ എഴുതാം? ആവറേജ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ നമ്മൾ എന്താ എഴുതാ? ഡെൽ എ ബൈ ഡെൽ ടി. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡിസപ്പിയർ ചെയ്യുക ഓർ ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. അത് റെപ്രസെന്റ് ചെയ്യാൻ, ഞാൻ പറയുന്നത് അടിവരയിട്ട് കേൾക്കണം, അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ് സൈൻ. അതിനർത്ഥം റേറ്റ് നെഗറ്റീവ് ആവുന്നതല്ല, സിസ്റ്റത്തിൽ റിയാക്റ്റന്റിന്റെ തോതിൽ നമ്മൾ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓവർ ടൈം അതിന്റെ കോൺസെൻട്രേഷൻ കുറയുവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് സൈൻ ആണ്. സിമിലർലി ആവറേജ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പി ഓർ അപ്പിയറൻസ് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഡെൽ പി ബൈ ഡെൽ ടി. ഇത് ഇൻക്രീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ഇടാം. സോ ഓൺ ആൻ ഓവറോൾ നോട്ട് നമുക്ക് എന്ത് പറയാം? ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? ഒന്ന് കുറയുന്നതിനനുസരിച്ചിട്ടില്ല മറ്റേത് കൂടുതൽ. സോ മൈനസ് ഡെൽ എ ബൈ ഡെൽ ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഡെൽ പി ബൈ ഡെൽ ടി. ഇതെന്താ? കോൺസെൻട്രേഷന്റെ ചേഞ്ച് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്. നമ്മൾ ഇതിനൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം നമ്മളൊരു ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് റിയാക്റ്റന്റ് ആണ്. ഇനീഷ്യലി 100% ഉണ്ടായെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ ടൈമിനനുസരിച്ച് കുറഞ്ഞു വരിക. പ്രൊഡക്റ്റോ ഇവിടെ ഇപ്പോൾ ഇനീഷ്യലി സമയത്ത് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രാജുവലി അത് ഇങ്ങനെ കൂടി വന്നിട്ട് അങ്ങനെ പോകും. ഇത് പ്രൊഡക്റ്റ്, ഇത് റിയാക്റ്റന്റ് എ. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞതുപോലെ ഡെൽ എ ബൈ ഡെൽ ടി അല്ലെങ്കിൽ ഡെൽ പി ബൈ ഡെൽ ടി ഈ സാധനം കിട്ടും. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കൂടുതലും പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത് ഈ ആവറേജ് റേറ്റിന്റെ കോൺസെപ്റ്റ് അല്ല. ഇത് സാധാരണ പറയുക എപ്പോഴും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അത് അറ്റ് ആൻ ഇൻസ്റ്റന്റ്, ഈ പറഞ്ഞ ഒരു കമ്പാരിറ്റീവ്ലി വലിയൊരു ടൈം ഫ്രെയിം ഇല്ലാതെ അറ്റ് ആൻ ഇൻസ്റ്റന്റ് എന്ന് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അപ്പം ഇതിന് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സാധനം ടെൻസ് ടു 0 ആവും. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള, വളരെ ആ ഒരു ഇൻസ്റ്റന്റ് നടക്കുന്ന ഒരു ഇതിലേക്ക് ഇതിനെ മാറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താകും? ഡെൽ എ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്താക്കാം? ഡി എ. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ? ഡെൽ എനെ ഡി എ ആക്കി മാറ്റുന്ന പരിപാടി. സോ മൈനസ് ഡെൽ എ ബൈ ഡെൽ ടി എന്നുള്ള സാധനം എന്തായിട്ട് മാറും? മൈനസ് ഡി എ ബൈ ഡി ടി. ഡെൽ എ ബൈ ഡെൽ ടി നമുക്ക് മൈനസ് ഡി എ ബൈ ഡി ടി. സിമിലർലി പ്ലസ് ഡെൽ ബി ബൈ ഡെൽ ടി എന്നുള്ള സാധനം എന്താവും? പ്ലസ് ഡി പി ബൈ ഡി ടി. അല്ലെങ്കിൽ ഡി പി അല്ല നമ്മൾ എടുത്തത്, പ്ലസ് ഡെൽ പി ബൈ ഡി ടി എന്നുള്ള സാധനം ഡെൽ ടി എന്നുള്ള സാധനം എന്താവും? പ്ലസ് ഡി പി ബൈ ഡി ടി ആയിട്ട് മാറും. സോ ഒരു റിയാക്ഷൻ എ ഗീവ്സ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആർ ഇൻസ്റ്റന്റേനിയസ് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഡി പി ബൈ ഡി ടി. ഇനി എപ്പോൾ ഇതേപോലെ എ ഗീവ്സ് പി എന്നുള്ള നിലയ്ക്കാണോ റിയാക്ഷൻ വരിക? ആണോ? അതായത് രണ്ട് റിയാക്റ്റന്റ് ചെയ്ത് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവാം, രണ്ട് റിയാക്ഷൻ 3 പ്രൊഡക്റ്റ് ഉണ്ടാവാം. അപ്പൊ നമ്മളൊരു മോഡൽ റിയാക്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു മോഡൽ റിയാക്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഇൻ ടേംസ് ഓഫ് ഈച്ച് റിയാക്റ്റന്റ് ആൻഡ് ഈച്ച് ഓഫ് ദി പ്രൊഡക്റ്റ് നമുക്ക് എന്ത് പറയാം? മൈനസ് ഡി എ ബൈ ഡി ടി. റിയാക്റ്റന്റ് ആയതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. മൈനസ് ഡി ബി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു പ്ലസ്
dc by dt is equal to plus dD dt. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. എപ്പോഴും ഒരു മോൾ ഓഫ് എ ഒരു മോൾ ഓഫ് ബി ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു മോൾ ഓഫ് സി ഒരു മോൾ ഓഫ് ഡി ഉണ്ടാവണമെന്നില്ലല്ലോ. ഇതിലും വ്യത്യാസം വരാം. എന്താ? എ മോൾസ് ഓഫ് എ ബി മോൾസ് ഓഫ് ബി ആയിട്ട് റിയാക്ട് ചെയ്യാം. അതായത് ഒരു മോളെ 2 മോൾ ബി ആയിട്ട് റിയാക്ട് ചെയ്ത് വിചാരിക്കാം. എന്നിട്ട് 3 മോൾ സിയും 4 മോൾ ഡിയും ഉണ്ടായി. അതായത് സി മോൾസ്, അത് ഞാൻ റാൻഡംലി അത് സിയും ഡിയും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറും. -1/a dA by dt is equal to -1/b dB by dt is equal to plus 1/c dC by dt is equal to plus 1/d dD by dt. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, +2 മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് തൊട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഒരു ഓവറോൾ സെറ്റപ്പ്. നമുക്ക് ഏറ്റവും പരിചിതമായ 1-2 റിയാക്ഷൻസ് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കാം. അപ്പം ഹേബർ പ്രോസസ് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. നിങ്ങൾക്ക് ഈ ഒരു റിയാക്ഷൻ നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യുന്നു, റേറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം റേറ്റ് ഈസ് ഈക്വൽ ടു എന്താ, മൈനസ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2 അക്കോർഡിംഗ് ടു ടൈം മൈനസ് 1/3. കാരണം എന്താ, ഇവിടെ 3H2 ആണ്. സോ റിയാക്ടൻ സൈഡിലാണ് ഉള്ളത് മൈനസ് 1/3 TH2 by dt. ഇവിടെ എന്താ 2 പ്രൊഡക്റ്റ് സൈഡിലാണ് ഉള്ളത് പ്ലസ് 1/2 DNH3 by dt. ഇത് മൂന്നും ഈക്വൽ ആയിട്ട് ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, എഴുതേണ്ടി വരിക. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷയ്ക്ക് നിങ്ങളുടെ CSR എക്സാമിന് ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. സോ പല ആളുകൾക്കും തെറ്റ് പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് ഈ ഒരു ഫ്രെയിമിൽ ചോദിക്കുന്നത്. സോ ഞാൻ അതിന്റെ 1-2 എക്സാമ്പിളുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ പറഞ്ഞ കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. എഴുതിക്കോ, 2015 ജൂണിൽ ചോദിച്ച കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഫോർ എ റിയാക്ഷൻ CSR ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2015 ജൂൺ. ഫോർ റിയാക്ഷൻ 2A plus B gives 3Z. 2A plus B gives 3Z. If the rate of consumption of A is 2 into 10 raised to minus 4 mole decimeter raised to minus 3 second raised to minus 1, the rate of consumption of A is 2 into 10 raised to minus 4 mole decimeter raised to minus 3 second raised to minus 1. The rate of formation of Z, in mole decimeter raised to minus 3 second raised to minus 1 will be question another vacuum. For a reaction 2A plus B gives 3Z. If the rate of consumption of A is 2 into 10 raised to minus 4 mole decimeter raised to minus 3 second raised to minus 1, the rate of formation of Z in mole decimeter raised to minus 3 second raised to minus 1 will be option A 3 into 10 raised to minus 4, option B 4/3 into 10 raised to minus 4, option C 2 into 10 raised to minus 4, and option D 4 into 10 raised to minus 4. നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ യൂണിറ്റ് പറഞ്ഞ ശ്രദ്ധിച്ചോ, എന്താ ഇങ്ങനെ പറയണത്, റേറ്റിന്റെ യൂണിറ്റ് എന്താ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അല്ലേ. കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ് എന്താ, കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ എന്താ പറയാ, ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി, നോർമാലിറ്റി ഇതൊക്കെ കേട്ടിട്ടില്ലേ. സോ സാധാരണ നമ്മൾ പറയുന്നത് മൊളാരിറ്റി ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് മോൾസ് പെർ ലിറ്റർ, മോൾ ലിറ്റർ ഇൻവേഴ്സ്.
ഡിവൈഡഡ് ബൈ ടൈം. ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഈ ലിറ്ററിനെ തന്നെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അത് നമുക്ക് ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയാം. ഒരു ഡെസിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. യൂണിറ്റ് കൺവേർഷൻ ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ. അപ്പൊ അതിൽ ആളുടെ അടുത്താണോ ഇത് കറസ്പോണ്ടിംഗ്ലി നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പൊ അവർ രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് ഒരു ഡെസിമീറ്റർ ക്യൂബിന് 1 ലിറ്റർ എന്ന് പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? മോൾ ഡെസിമീറ്റർ ക്യൂബ് ഹോൾ റേസ് ടു -1 ബൈ സെക്കൻഡ് എന്ന് എടുക്കാം. ഓർ എനിക്ക് എന്തെടുക്കാം? മോൾ ഡെസിമീറ്റർ റേസ് ടു -3 സെക്കൻഡ് റേസ് ടു -1. ഇനി ലിറ്ററിന്റെ ടേംസിലായിരുന്നെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇത് രണ്ടുമാണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പ്രോബ്ലത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയേ, ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ചെയ്തു നോക്കൂ. എന്നിട്ട് ഏതാ ഉത്തരം വരുന്നത് പറയൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം. പെട്ടെന്ന് ചെയ്തു നോക്കിയേ. കിട്ടിയോ ആർക്കെങ്കിലും? നിങ്ങൾ ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം ABCD എന്ന്. ടൈപ്പ് ചെയ്താൽ എനിക്ക് കാണില്ല. വേഗം പറയാം. എന്താ ഞാൻ പേര് വിളിക്കണോ? ഞാൻ കേൾക്കണോ? അർച്ചന അൺമ്യൂട്ട് ചെയ്ത് പറയൂ, എന്താണ് ആൻസർ എന്ന്. എന്താണ് ആൻസർ? എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന്. അർച്ചന സാർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ആർച്ച അത് ചെയ്ത് കഴിഞ്ഞവരുണ്ടോ ആരെങ്കിലും? ആർച്ചയ്ക്ക് കിട്ടിയോ? വേഗം പറയൂ, വേഗം പറയൂ. കഴിഞ്ഞിരുന്നോ അർച്ചനയുടേത്? എന്താ കിട്ടിയത്? പറയടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക? പറഞ്ഞത് മനസ്സിലായെന്ന് മനസ്സിലാക്കണ്ടേ? എങ്ങനെ ചെയ്യാം? 2A plus 3 B gives 3Z അല്ലേ? 2A plus B gives 3Z അല്ലേ? പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ചോദിച്ച കാര്യം എന്താണ്? നിങ്ങൾ വരുത്തുന്ന തെറ്റ് എന്താണ്? ഈ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എഴുതാവുന്ന കാര്യം എന്താ? റേറ്റ് ഈസ് ഈക്വൽ ടു -1/2 dA by dt equal to minus dB by dt is equal to plus 1/3 dZ by dt.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, ഇത് റേറ്റിന്റെ ഇക്വേഷൻ ആണ്. ഇനി തന്നിരിക്കുന്ന കാര്യം എന്താ? റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എ. റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എ അതെന്താ സാധനം? അതറിയാലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എ എന്താ സംഭവം? എന്താ സംഭവം? മൈനസ് ഡി എ ബൈ ഡി ടി മാത്രമാണ്. മൈനസ് ഡി എ ബൈ ഡി ടി മാത്രമാണ്. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഈ ഓവറോൾ ടേം അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മൈനസ് ഡി എ ബൈ ഡി ടി മാത്രമാണ് 2 × 10⁻⁻². ഇതാണ് ഇവിടുത്തെ ടേക്ക് അവേ. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സെഡ്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സെഡ് എന്ന് പറയുന്നത് പ്ലസ് ഡി സെഡ് ബൈ ഡി ടി മാത്രമാണ്, അല്ലാതെ ഈ ഓവറോൾ ടേം അല്ല. പ്ലസ് 1/3 × ഡി സെഡ് ബൈ ഡി ടി അല്ല. ക്ലിയർ ആണോ? ഞാൻ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് എന്താ? നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ട ആരൊക്കെയാ? റേറ്റ് ഇക്വേഷൻ പ്രകാരം -1/2 × ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പ്ലസ് 1/3 × ഡി സെഡ് ബൈ ഡി ടി. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ആരൊക്കെയാ? -1/2 × മൈനസ് ഡി എ ബൈ ഡി ടി ഇത് തന്നിട്ടുണ്ട്. 1/3 × പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ഇയാളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 3/2 × മൈനസ് ഡി എ ബൈ ഡി ടി. മൈനസ് ഡി എ ബൈ ഡി ടിയുടെ വാല്യൂ എന്താ? മൈനസ് ഡി എ ബൈ ഡി ടിയുടെ വാല്യൂ എന്താടോ? 2 × 10⁻⁻4. So 3/2 × 2 × 10⁻⁻4, which is nothing but 3 × 10⁻⁻4. എത്ര പേർക്ക് ഇത് കിട്ടി? എത്ര പേർക്ക് ഇത് കിട്ടിയില്ല? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. കിട്ടാത്തവരുണ്ടോ? അതായത് ആദ്യം ചെയ്തപ്പോ ഇപ്പൊ ചെയ്യുമ്പോൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് തെറ്റിച്ചവരുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഈ റൂട്ടിൽ തന്നെയാണോ ചെയ്തത്? ഒന്ന് പറയടോ, ആണെന്നോ അല്ലെന്ന് പറയ്. അഷ്ടത് ആണോ? എല്ലാവരും ഈ റൂട്ടിൽ തന്നെയാണോ ചെയ്തത്? അല്ല ആണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങളെല്ലാം ഭയങ്കരന്മാരെന്നെ. ഒരു ചോദ്യം കൂടി ചെയ്യാം. ഫോർ ദ റിയാക്ഷൻ N2 plus 3H2 gives 2NH3. N2 plus 3H2 gives 2NH3. The rate of formation of ammonia. The rate of formation of ammonia was found to be 2.4 × 10⁻⁻4 mole liter inverse second inverse. 2.4 × 10⁻⁻4 mole liter inverse second inverse. Calculate rate of disappearance of hydrogen, rate of disappearance of nitrogen, and also rate of disappearance of hydrogen. Rate of disappearance of nitrogen, rate of disappearance of hydrogen. ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരും. എന്നിട്ട് നിങ്ങൾ രണ്ടിന്റെ ആൻസർ മാത്രം പറയാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകും.
പറഞ്ഞോ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജൻ എത്രയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? പറഞ്ഞോ. പറ. മ്യൂട്ട് ചെയ്ത് പറയാനല്ല എത്ര മടി ചെയ്തു എന്നുള്ളവരാണെങ്കിൽ. ഹൈഡ്രജൻ 3.6 into 10⁻⁻⁴ ആണ്. നൈട്രജനോ? ഹൈഡ്രജൻ 3.6 into 10⁻⁻⁴. യൂണിറ്റ് എന്താ? മോൾ L/(-1) (S)(-1). നൈട്രജനോ? (1.2 into 10⁻⁻⁴). ഗുഡ്. ഇങ്ങനെ കിട്ടി. നേരത്തെ അതേപോലെ തന്നെ അല്ലേ? എന്താ വ്യത്യാസം ഉള്ളത്? -dN2/dt is equal to -1/3 dH2/dt is equal to +1/2 dNH3/dt. ഇതിൽ എന്താ തന്നിരിക്കുന്നത്? +dNH3/dt മാത്രമാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ അതൊന്നും എന്ത് ചെയ്യാം? +1/2 dNH3/dt കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ 1.2 into 10⁻⁻⁴ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? -dN2/dt കണ്ടുപിടിക്കണം. അതാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നിട്ടുണ്ട്. ഇനി -dH2/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1.2 into വെച്ചാൽ 3.6 into 10⁻⁻⁴. ക്ലിയർ ആണോ? തെറ്റാണോ ഇത്? ഇതാണ് ക്ലാസിക്കലി നമ്മൾ എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഈ ടെർമിനോളജി വരുമ്പോൾ ഈ കോഎഫിഷ്യന്റ് വെക്കണോ വെക്കണ്ടയോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്ന് തീർത്ത് തന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. നമ്മളപ്പോ പറഞ്ഞത് റേറ്റിനെ പറ്റി നമ്മളൊരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഇനി ഡിപ്പെൻഡൻസ് ഓഫ് reaction rate on concentration ആരുടെ? of reactant. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ എത്രത്തോളം റിയാക്ഷൻ റേറ്റ് സ്വാധീനിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് നമ്മൾ എന്ത് പറയാം? റേറ്റ് ലോ. റേറ്റ് ലോ മറ്റൊരു ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് റേറ്റ് ആണ്. ഇനിയിപ്പോ പറയാൻ പോകുന്നതാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. വിച്ച് ഈസ് ഹാവിംഗ് ഒരു 2 റിയാക്ടന്റ് എ ബി ആൾക്കാരുണ്ട്. A moles of A plus B moles of B gives product. ഈ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റേറ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A raised to X and concentration of B raised to Y. ഫസ്റ്റ് വളരെ പണ്ടുള്ള റേറ്റ് ലോ പ്രകാരം ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് റേറ്റ് പ്രൊപ്പോർഷണൽ ടു A raised to A, B raised to B. പിന്നെ എന്നിട്ട് പിന്നീടാണ് അവർ കണ്ടുപിടിച്ചത് ഈ A B എന്ന് പറയുന്ന സാധനം തന്നെ ആവണം എന്നില്ല. അത് ആവാം, പക്ഷെ ഈ എക്സ് വൈ എന്നിട്ടാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന 2 കോഎഫിഷ്യന്റുകൾ എയോ ബിയോ ആവാതെയും ഇരിക്കാം. സോ ഐഡിയലി തിയററ്റിക്കലി ഈ എയും ബിയും തന്നെയാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പോലും പ്രാക്ടിക്കലി എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്നത് എപ്പോഴും ഇത്രയും ഡിപ്പെൻഡൻസി കാണിക്കണം എന്നില്ല. അത് ഇത് ആവാതിരിക്കാം. ബി എന്ന് പറയുന്ന സാധനം വൈ ആവാതിരിക്കാം. സോ ഫോർ എ ജനറൽ കേസ് മോഡിഫൈഡ് റേറ്റ് ലോ പ്രകാരം റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ്ഡ് ടു എക്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ്ഡ് ടു വൈ. ആൻഡ് റേറ്റ് എന്ന് പറയുന്ന സാധനം വിൽ ബി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ്ഡ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ്ഡ് ടു വൈ. ഈ സാധനത്തിന് കെ എന്ന് പറയുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് ഓർ സ്പെസിഫിക്. ചില ഇതിലെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ടെർമിനോളജി വരും, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് സ്പെസിഫിക് റിയാക്ഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്.
എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് എടുക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് എന്താ പറയാം റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയാം. ഈ റേറ്റ് ഓഫ് എക്സ്പ്രഷന്റെ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ നിന്ന് ഈ പറയുന്ന എക്സ് വൈ ഇപ്പൊ രണ്ടാളുകളായതുകൊണ്ടാണ് ഇപ്പം സെഡ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഒരാൾ അതിന്റെ ഡിപെൻഡൻസി സെഡ് ആണെങ്കിൽ സി റൈസ് ടു സെഡ് അങ്ങനെ പോവാം. സോ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് എക്സ്പ്രഷൻ പ്രകാരം തന്നിരിക്കുന്ന ഈ കോഎഫിഷ്യന്റുകളുടെ ഒക്കെ തുക എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ. ഇതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഓക്കെ അല്ലേ? ഓർഡർ എന്ന് പറയുന്നത് ഫിസിക്കലി സിഗ്നിഫൈ ചെയ്യുന്നത് എത്രത്തോളം റിയാക്ടന്റിനെ ഈ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പം ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഒരു റിയാക്ഷൻ കാണുന്ന സമയത്ത് ഇത് പിന്നെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം H2 പ്ലസ് I2 ഗിവ്സ് ടു HI നമ്മൾ സാധാരണ കാണുന്ന സമയത്ത് ആ റിയാക്ഷൻ എങ്ങനെ വിചാരിക്കുക, അതെന്ന് പറയുന്നത് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു H2 ഇൻറ്റു I2 എന്നാണ്. പക്ഷെ അതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എക്സ്പെരിമെന്റിൽ അത് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 2NH3 ഗിവ്സ് N2 പ്ലസ് 3H2 ഒരു റിയാക്ഷൻ, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ നടത്തിയെന്ന് വിചാരിക്കാം പ്ലാറ്റിനം കാറ്റലിസ്റ്റ് വെച്ചിട്ട്. നമ്മൾ വിചാരിക്കുക ഇതിന്റെ റേറ്റ് ഇക്വേഷൻ പറയുന്നത് K ഇൻറ്റു NH3 സ്ക്വയർ ആണെന്നാണ്. പക്ഷെ ശരിക്കും അതല്ല, K ഇൻറ്റു NH3 റേസ് ടു 0 ആണ്. ഇത് റിയാക്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ പർട്ടിക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡൻസ് റിയാക്ടന്റ് കോൺസെൻട്രേഷനോട് ഉണ്ട് എക്സ്പെരിമെന്റലി ഇൻ റിയൽ കേസസ് എന്ന് കാണിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ, ഓർഡറും മോളിക്കുലാരിറ്റി നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ പ്ലസ് ടു തന്നെ പഠിച്ചിട്ടുണ്ടാവും. എന്താ വ്യത്യാസം? ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്ത ഡിപ്പെൻഡൻസി ആണ്. മറ്റേന്ന് പറയുന്നത് എന്താ? തിയററ്റിക്കൽ, എത്രത്തോളം സ്പീഷീസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. H2 പ്ലസ് I2 ഗിവ്സ് ടു HI ആണെങ്കിൽ അത് രണ്ട് സ്പീഷീസ് ഒരു കൊളീഷൻ തിയറി ഒക്കെ പറയാതെ രണ്ടാളുകൾ നമ്മൾ കൊളൈഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന എന്നൊക്കെ രീതിയിലാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൊളൈഡ് ചെയ്യാനുള്ളത് രണ്ട് സ്പീഷീസ് ആണ്, രണ്ട് മോളിക്കുലാർ സ്പീഷീസ് ആണ്. സോ അതിനെ ബൈ മോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയും. സോ അതൊരു തിയറിറ്റിക്കൽ പ്രഡിക്ഷൻ ആണ്. മറ്റേതെന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്പെരിമെന്റൽ പരിപാടിയാണ്. ഓർ വേറെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഇതിനെ വേരി ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് 0 ആവാം, ഫ്രാക്ഷൻ ആവാം, അങ്ങനെ പല രീതിയിലുള്ള സാധ്യതകളുണ്ട്. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു നമ്പർ. ഇപ്പൊ ഒരാളാണെന്നുണ്ടെങ്കിൽ യൂണി മോളിക്കുലർ, രണ്ടാളാണെങ്കിൽ ബൈ മോളിക്കുലർ, ട്രൈ മോളിക്കുലർ, മൾട്ടി മോളിക്കുലർ, ഇങ്ങനെ ഒരു ഡിഫൈൻഡ് നമ്പർ ആയിരിക്കും മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ട്. കൂട്ടത്തിൽ അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എക്സ്പെരിമെന്റലി എത്രത്തോളം ഡിപ്പെൻഡൻസ് ഉണ്ട് ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഓൺ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അത് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടൊരു സംഭവം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഓർ ഇതിനെ തന്നെ സ്യൂഡോ യൂണിമോളിക്കുലർ റിയാക്ഷൻ. ഈ സാധനം കേട്ടിട്ടുണ്ടോ? ഇതെന്താ സംഭവം? ചില റിയാക്ഷനുകൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഹയർ ഓർഡർ റിയാക്ഷൻ ആണ് എന്നുള്ളത്. പക്ഷേ ആ റിയാക്ഷൻ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. പല ആളുകൾക്ക് ഇത് തെറ്റാറുണ്ട്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നുള്ള ടേം കേട്ടിട്ട് ഫസ്റ്റ് ഓർഡർ സ്യൂഡോ ആവുന്നത് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയല്ല. certain reactions that appears to be higher order, ചില റിയാക്ഷനുകൾ ഹയർ ഓർഡർ ആണ് നമുക്ക് തോന്നും, പക്ഷേ it actually follows first order kinetics. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ, അതിന്റെ രണ്ട് എക്സാമ്പിളുകളാണ് എപ്പോഴും ക്ലാസിക്കലായിട്ട് നിങ്ങളോട് ചോദിക്കുക. ഒന്നെന്ന് പറയുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഇൻവേർഷൻ ഓഫ്
കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? സുക്രോസ്, C12H22O11 സുക്രോസ്. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ അസിഡിക് മീഡിയത്തിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? C6H12O6 പ്ലസ് C6H12O6. ഇതെന്താ രണ്ടാൾക്കാര്? ഇത് സുക്രോസ് ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടോ? ഈ രണ്ടാളാരാ? ആരാടോ? സുക്രോസ് ഹൈഡ്രോളിസിസ് ആണ് എന്താ സംഭവിക്കുക? ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിൽ ആരൊക്കെയാവുക? ആരാവുക? പറയ്. പറഞ്ഞോ. സുക്രോസ് എന്തായിട്ടാണ് കൺവേർട്ട് ആവുക? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഗ്ലൂക്കോസും ഫ്രക്ടോസും. എന്താ ഈ റിയാക്ഷന് ഇൻവേർഷൻ എന്ന് പറയാൻ കാരണം? ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയാൻ കാരണം കേട്ടിട്ടുണ്ടോ? ഈ ടേം കേട്ടിട്ടുണ്ടോ? ഇൻവേർഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഡെക്സ്ട്രോ റൊട്ടേറ്ററി, റീവോ റൊട്ടേറ്ററി ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ആരെന്തോ പറഞ്ഞു തുടങ്ങി, പറഞ്ഞോ. സുക്രോസ് ഡെക്സ്ട്രോ ആണ്. അത് ഇൻവേർഷൻ നടക്കുമ്പോ ലീവോയിലേക്ക് ചേഞ്ച് ആവും. എങ്ങനെ ലീവോയിലേക്ക് ചേഞ്ച് ആവും? അത് പറയും. സുക്രോസ് ഡെക്സ്ട്രോ ആണ്. അപ്പൊ ഈ ഓവറോൾ രണ്ടും കൂടി കൺവേർട്ട് ചെയ്ത് രണ്ടാളെയും കൂടി കൂട്ടുന്ന സമയത്ത് ഓവറോൾ ഒരു ലീവോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ലീവോ ആണ്. അപ്പൊ ഗ്ലൂക്കോസ് ഒരു +D ആണെങ്കിൽ ഇയാൾ എന്താണ്? L ആണ്, ലീവോ റൊട്ടേറ്ററി ആണ്. സോ എക്സാക്ട് വാല്യൂ എനിക്ക് ഓർക്കുന്നില്ല, ഏകദേശം ഒരു 66ന്റെ അടുത്താണ് ഇതിന്റെ വരുന്നത്. ഇത് 52 സംതിങ് ആൻഡ് ഇത് -92. സോ ഓവറോൾ എടുക്കുന്ന സമയത്ത് ഡെക്സ്ട്രോ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഇതായിട്ട് കൺവേർട്ട് ആവും. സോ ഇവിടെ നിങ്ങോട്ടുള്ള കൺവേർഷൻ കൊണ്ടാണ് എന്ത് പറയുന്നത്? ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്നാണ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വാട്ടർ പിന്നെ ഈ സിസ്റ്റത്തിൽ വളരെയധികം എമൗണ്ട് വളരെയധികം കൂടുതലായതിനും കൊണ്ട് തന്നെ ഇവിടെ ഡിപ്പെൻഡൻസ് കാണിക്കുന്നത് ആരിനോടാണ്? സുക്രോസിന്റെ റേറ്റ് ഇതിനോട് കോൺസെൻട്രേഷനോടാണ് ഈ പറഞ്ഞ ഡിപ്പെൻഡൻസ് കാണിക്കുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ടു ബി K × C12H22O11 × H2O എന്നാണെങ്കിൽ പോലും ഇതിന്റെ റേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റ് നമുക്ക് കിട്ടുന്നത് K' × C12H22O11 എന്നാണ് ഡിപ്പെൻഡൻസ് കാണിക്കുന്നത്. സോ ഇതൊരു pseudo first order reaction example ആണ്. Because the water is in large excess, so its concentration remains practically constant throughout the process. അതാണ് ഇതിന് വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. സിമിലർ ടൈപ്പ് ഒരു റിയാക്ഷൻ ആണ് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. CH3COO-C2H5. ഇതെന്താ സാധനം? CH3COO-C2H5 നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. ഇതെന്താ ഐറ്റം? ഇതാരാ? ആരാ പരിചയമുണ്ടോ? എസ്റ്റർ ഏറ്റവും സിംപ്ലസ്റ്റ് എസ്റ്റർ ആണ്. ഈഥൈൽ അസറ്റേറ്റ് കേട്ടിട്ടുണ്ടോ? ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നല്ലേ ഇതിനെ നമ്മൾ നെയിം ചെയ്യുക. അപ്പം ഈഥൈൽ അസറ്റേറ്റ്. സോ ഈഥൈൽ അസറ്റേറ്റ് ഹൈഡ്രോളിസിസ് ചെയ്തെങ്കിൽ എന്താ ഉണ്ടാവുക? ആസിഡും ആൽക്കഹോളും CH3COOH പ്ലസ് C2H5OH രണ്ടാൾക്കാരാണ് ഉണ്ടാവുക. ഇവിടെയും സെയിം സംഭവം തന്നെയാണ് ഉണ്ടാവുക. വെള്ളത്തിന്റെ എമൗണ്ട് ലാർജ് എക്സസ് ആയതും കൊണ്ട് തന്നെ അവിടെ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ നമുക്ക് എന്ത് പറയാം? റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ K × CH3COO-C2H5 ഡിപ്പെൻഡ് ചെയ്യുന്നു പറയാം. സോ certain reactions that appears to be higher order പക്ഷെ എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത്
ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സ്യൂഡോ യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിക്കാൻ സാധ്യത. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ റേറ്റിന്റെ യൂണിറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യനുകളിലൊക്കെ നിങ്ങൾക്ക് വെറുതെ ക്വസ്റ്റ്യൻ അങ്ങ് തരും, എന്നിട്ട് ഏത് ഓർഡർ ഫോളോ ചെയ്യുന്നു ഒന്നും പറയില്ല. പക്ഷെ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വിത്ത് യൂണിറ്റ് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് അറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ചില ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾക്ക് വെറുതെ ഇന്ന സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ നിങ്ങളോട് ഓർഡർ സ്പെസിഫൈ ചെയ്യില്ല, ഏത് ഓർഡർ ആണെന്നും സ്പെസിഫൈ ചെയ്യില്ല. പക്ഷെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടാവും, അതിന്റെ യൂണിറ്റും തന്നിട്ടുണ്ടാവും. അപ്പൊ ആ യൂണിറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഓർഡർ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അക്കോർഡിംഗ്ലി ഒക്കെ ചെയ്യേണ്ട ചില കേസുകൾ ഉണ്ടാവും. സോ ഐഡന്റിഫൈയിങ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളൊരു എ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ലാസിക്കൽ റിയാക്ഷൻ ഞാൻ എടുത്തെന്ന് വിചാരിക്കാം. എന്താ റേറ്റ് എന്ന് പറയുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ റേസ് ടു ഓർഡർ. ഏത് ഓർഡർ ആയിക്കോട്ടെ, 0, 1, 2, 3 അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എത്ര ആയിക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ k is equal to റേറ്റ് ബൈ a raised to n എഴുതുന്നു. റേറ്റ് ബൈ a raised to n എഴുതുന്നു. ഈക്വൽ ടു റേറ്റിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇതെന്താ സാധനം? എ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ടേം ആണ്. സോ എനിക്ക് എന്താ എഴുതാം? മോൾ ലിറ്റർ റേസ് ടു -1. മോളാരിറ്റി അല്ല യൂണിറ്റ്, മോൾസ് പെർ ലിറ്റർ. മോൾ റേസ് ടു n അവിടെ ഇരിക്കട്ടെ. സോ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ മോൾ റേസ് ടു n ലിറ്റർ റേസ് ടു -n. എനിക്ക് എന്ത് പറയാം? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 seconds. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 seconds. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാലോ. ഇപ്പൊ ഇങ്ങനെയല്ല വെച്ചാൽ മോൾ റേസ് ടു 1 - n ലിറ്റർ എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ റേസ് ടു -3 n - 1 seconds. പ്രധാനപ്പെട്ട ഓർഡറുകളുടെ യൂണിറ്റ് നമുക്ക് ഇവിടെ എഴുതാം. ഓർഡർ 0 ആണെന്ന് വിചാരിക്കാം, 0th ഓർഡർ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നോക്കാം നമുക്ക്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് മോൾ റേസ് ടു 1 - n. So 1 - n എന്ന് പറഞ്ഞാൽ 0. ലിറ്റർ റേസ് ടു n - 1 0 - 1 second units, which is mol liter raised to -1 second raised to -1. Mol liter raised to -1 second raised to -1. Okay, then order is equal to 2 ആണെന്ന് വിചാരിക്കാം. ഇത് വെച്ചാൽ ഡെസിമീറ്റർ ക്യൂബ് ആണ്. ലിറ്റർ എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ ക്യൂബ് ആണ്. ഡെസിമീറ്റർ -3 അല്ല, ലിറ്റർ റേസ് ടു n - 1 അല്ലേ. സോ ഡെസിമീറ്റർ ക്യൂബ് റേസ് ടു n - 1 ആണ്. അത് ഇതാക്കണ്ട. ഡെസിമീറ്റർ ക്യൂബ് റേസ് ടു n - ലിറ്റർ ഈസ് ഈക്വൽ ടു ഡെസിമീറ്റർ ക്യൂബ് ആണ്. ലിറ്റർ ഇൻവേഴ്സ് ആണ് ഡെസിമീറ്റർ റേസ് ടു -. സോ അത് എത്തിക്കോളൂ. സോ ഓർഡർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ, സോറി 1 ആണെങ്കിൽ ഓർഡർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 - 1 ലിറ്റർ റേസ് ടു 1 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. സോ മോൾ റേസ് ടു 0 ലിറ്റർ റേസ് ടു 0 സെക്കൻഡ് ഇൻവേഴ്സ്. സോ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രം. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമാണ് യൂണിറ്റ്. 0th ഓർഡർ ആണെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ഓർഡർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താ അവസ്ഥ?
mole raised to 1 minus n liter raised to n minus 1 second. So nothing but mole raised to minus 1 liter second. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. സോ ഞാനിത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് 0, 1, 2, 3 ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പറഞ്ഞതിന്. ഫ്രാക്ഷണൽ ഓർഡർ ആവുന്ന സമയത്തും ഈ ഇക്വേഷൻ മോൾ റൈസ് ടു 1 minus n ലിറ്റർ റൈസ് ടു n minus 1 സെക്കൻഡ് ഇൻവേഴ്സ് പറഞ്ഞ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനത് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നില്ല, ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രണ്ടാൾക്കാരിനെയും കമ്പൈൻ ചെയ്യും. അതായത് നമ്മൾ ക്ലാസിക്കൽ ആയിട്ട് ഒരു റേറ്റ് ലോ പഠിച്ചു, എന്നിട്ട് ഇപ്പൊ പറഞ്ഞ മോഡിഫൈഡ് റേറ്റ് ലോ പഠിച്ചു, ഓർഡർ ഡിപെൻഡൻസി റേറ്റ് ലോ പഠിച്ചു. ഈ രണ്ടാൾക്കാരിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറയാൻ പോവാണ്. ഇന്റഗ്രേറ്റഡ്, ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഉദാഹരണം പറയാം, ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ഉദാഹരണം പറയാം. എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ ഞാൻ A gives P എടുത്തു. ഇമാജിൻ ചെയ്യുക അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇമാജിൻ ചെയ്യാം ഇതിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള റേറ്റ് ലോ പ്രകാരം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A വിത്ത് റെസ്പെക്ട് ടു ടൈം പ്ലസ് ഇൻക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് B വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓൾറൈറ്റ്, ഇനി നമ്മുടെ ഈ പറഞ്ഞ മോഡിഫൈഡ് റേറ്റ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എന്താ, റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ, സീറോ ഓർഡർ ആണെങ്കിൽ റേസ് ടു സീറോ. ഞാൻ ഈ പറഞ്ഞ രണ്ടാൾക്കാരിനെയും ഒന്ന് കമ്പൈൻ ചെയ്യുന്നു, ഇയാളിനെയും ഒന്ന് കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ, മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ എ റേസ് ടു സീറോ. ഇതിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളൊരു റിയാക്ഷന്റെ ഏറ്റവും ചെറിയ ഇതിലാണുള്ളത്. അപ്പം ഇത് ഒരു 0 to t ടൈം വരെ സ്പ്രെഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ 0 ടൈമിൽ A0യും t ടൈമിൽ AT-യുമാണ് ഇതിന്റെ കോൺസെൻട്രേഷൻ എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ റിയാക്ഷന്റെ പ്രോസസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെയും ടൈമിന്റെ വാല്യൂ കിട്ടുക, ഇതൊക്കെ നമ്മൾ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഇവർക്കൊക്കെ പറയാൻ പോകുന്ന ഒരു സെറ്റപ്പാണ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം. സോ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഇതായിട്ട് ഭാഗമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് അതിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പ്ലസ് ടുവിലൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നോളജ് ഉള്ള കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തേ ഉള്ളൂ. ആൻഡ് ശരിക്കും നോക്കുക ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ അല്ലേ എന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് പറയും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞതിൽ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? All right. So thank you. Next class.